ഹായ് എവരിവൺ. ഞാനിവിടെ ഷോപ്പിഫൈയുടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഷോപ്പിഫൈ എങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം? ഇപ്പോൾ ഷോപ്പിഫൈ നിങ്ങൾക്കൊരു ടെക്നിക്കൽ നോളജ് കംപ്ലീറ്റ്ലി സീറോ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഇ കോമേഴ്സ് സ്റ്റോർ എങ്ങനെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഷോപ്പിഫൈയിൽ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോഴ്സ് പാർട്ട് ബൈ പാർട്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റിനകത്ത് ഞാൻ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു മേ ബി ഒരു വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടൊരു സ്റ്റോർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഈവൻ അതിൻ്റെ ബിഗിനിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ഒരു ഷോപ്പിഫൈ അക്കൗണ്ട് എടുക്കുന്നത് തൊട്ട് നമ്മളിപ്പോൾ ഓരോരോ സ്റ്റേജസ് ആയിട്ട് അതിനകത്ത് എങ്ങനെ ചെയ്തു പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പല പാർട്ടായിട്ട് ഞാൻ ഇതൊരു ഡിവൈഡ് ചെയ്ത് വീഡിയോസ് ആക്കിയിട്ട് ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇമ്പോർട്ടൻസ് ഓഫ് ഷോപ്പിഫൈ, ഷോപ്പിഫൈയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു 2025 ഇ കോമേഴ്സ് സിനാരിയോ എന്താണെന്ന് നമ്മൾ പറയണം. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് ഒരു ബിസിനസ് ഇ കോമേഴ്സിൽ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരും ആദ്യം അവരുടെ മൈൻഡിലോട്ട് പോകുന്ന ഒരു ഓൺലൈൻ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അത്രയും ഒരു അവയർനെസ് ഇന്ന് ഒരു ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇ കോമേഴ്സ് ബിസിനസ് ഉണ്ട്. അപ്പോൾ വളരെ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ് ഇത്രയും ബിൽഡ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും ഒരു വളരെ 1/4 കോസ്റ്റിൽ നമുക്കൊരു ഇ കോമേഴ്സ് ബിസിനസ് തുടങ്ങി അതിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു ട്രഡീഷണൽ ബിസിനസ് വിജയിക്കുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 ടൈംസ് സ്പീഡിൽ നമുക്കൊരു ഇ കോമേഴ്സ് ബിസിനസ്സിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലോട്ട് എല്ലാവരും പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓൺലൈൻ ബിസിനസ് അവർ പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ ആദ്യം എത്തുന്നത് ഷോപ്പിഫൈ എന്ന പ്ലാറ്റ്ഫോം ആയിരിക്കും. കാരണം അതിൻ്റെ മെയിനായിട്ടൊരു കാരണം അതിൻ്റെ ഒരു ഈസിനെസ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഷോപ്പിഫൈയിൽ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സോളമായി ഒരു ഷോപ്പിഫൈയിൽ ഞാൻ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് എനിക്ക് വന്നത് 2016 ഇ കോമേഴ്സ് ക്ലയൻറ്റ് എനിക്ക് വന്നത് 2016 ഞാൻ ഒരു 2014 എൻ്റെ ഡിജിറ്റൽ ഏജൻസി തുടങ്ങിയെങ്കിലും എനിക്ക് ഫസ്റ്റ് ക്ലയൻറ്റ് എനിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയത് 2016 ആ ഒരു ക്ലയൻറ്റ് ഷോപ്പിഫൈയിലായിരുന്നു വന്നത്. അതൊരു US ക്ലയൻറ്റ് ആയിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഷോപ്പിഫൈ കാണുന്നത്. മേ ബി അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും, ഷോപ്പിഫൈയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഷോപ്പിഫൈയെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സ് ആയി. 2025 കഴിഞ്ഞ് 26 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 ഇയേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ദിവസം പോലും ഞാൻ ഷോപ്പിഫൈയുടെ പാനൽ ഓപ്പൺ ചെയ്യാതിരുന്നിട്ടില്ല. മേ ബി ഞാൻ ഒരു 100+, എനിക്കറിയത്തില്ല എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് ഷോപ്പിഫൈ സ്റ്റോർ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ആണെങ്കിലും എൻ്റെ ബ്രാൻഡ് സ്റ്റോർ ആണെങ്കിലും. അത് മാത്രമല്ല, എൻ്റെ ഒരുപാട് നമ്മൾ ക്ലയൻസുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ക്ലയൻറ്റിന് വേണ്ടി ചില സമയത്ത് നമ്മൾ തന്നെ അവരുടെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ അവർ ഒരു ടൈം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലെവലെത്തിയതിന് ശേഷമായിരിക്കും നമ്മളടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോപ്പിഫൈ സ്റ്റോറിൽ മേ ബി എനിക്കറിയത്തില്ല, നമ്പേഴ്സ് എനിക്കറിയത്തില്ല, അത്രയ്ക്കും ഹൺഡ്രഡ്സ് ഓഫ് ഒരു ഷോപ്പിഫൈ സ്റ്റോറിൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിഫൈ എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് നിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. കാരണം എൻ്റെ ലൈഫിലോട് എൻ്റെ എന്താ പറയുക, നമ്മൾ എക്സാക്ട്ലി ഒരു വല്ലാത്തൊരു അടുപ്പം ഷോപ്പിഫൈയിലോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോപ്പിഫൈ അല്ലാതെ വേറെ ഒരു പ്ലാറ്റ്ഫോം, ഇ കോമേഴ്സിൻ്റെ വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. ഈവൻ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ പോലും, ഇപ്പോൾ ഒരു ക്ലയൻ്റ് ആണെങ്കിലും നമ്മുടെ ഒരു കോച്ചിങ് പ്രോഗ്രാമിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പോലും നിൽക്കുന്നവർ ഇപ്പോൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഷോപ്പിഫൈയിലോട്ട് കൺവേർട്ട് ചെയ്യും. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഷോപ്പിഫൈ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ട് കാരണം ഞാൻ പറഞ്ഞത് തന്നെ അതിൻ്റെ ഒരു ഈസിനെസ് ആണ്. അത് നമുക്ക് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഈസിനെസ് പോലെ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പ്രൊഫഷണൽ സ്റ്റോർ നിന്ന് ബിൽഡ് ചെയ്ത് ഷോപ്പിഫൈയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ബാക്ക് ഇൻ ഒരു 2013 ടൈമിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ അവിടെ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. അവിടെ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ഇ കോമേഴ്സിൻ്റെ ബൂമിംഗ് ഒക്കെ വന്നൊരു സമയം. അപ്പോൾ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു letsbuy.com എന്നൊരു വെബ്സൈറ്റ്, ഒരു ഇലക്ട്രോണിക്സ് വിൽക്കുന്ന ഒരു വെബ്സൈറ്റാണത്. അപ്പോൾ അത് നമുക്ക് ബാംഗ്ലൂരാണ് സ്റ്റാർട്ടപ്പ്. ഇന്ന് കാണുന്ന എല്ലാ ഇ കോമേഴ്സ് വെബ്സൈറ്റ്സുകളും ഇൻക്ലൂഡിങ് മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ഇതെല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന ആളാണ്. അവരൊക്കെ ഒന്ന് എമർജ് ചെയ്ത് വരുന്ന സമയത്ത്, അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് അതിൻ്റെ എക്സാക്ട്ലി നമുക്ക് അവരുടെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കാരണം ആ വെബ്സൈറ്റ്സുകളൊക്കെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത ബാംഗ്ലൂരാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അവിടെ ബാംഗ്ലൂർ എൻ്റെ സ്റ്റഡീസും ഫസ്റ്റ് ജോബൊക്കെ ആയിട്ട് നിന്ന സമയമാണ്.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ letsbuy.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഞാൻ കാണാൻ ഇടയായി. അപ്പോൾ അത് കുറച്ച് നാളെ പോയുള്ളൂ. പിന്നീട് അത് ഫ്ലിപ്കാർട്ട് അക്വയർ ചെയ്തു. അപ്പോൾ ആ വെബ്സൈറ്റ് അന്ന് എനിക്ക് കണ്ടപ്പം തന്നെ എനിക്കൊരു ഒരു വെബ്സൈറ്റ്, ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ വെബ്സൈറ്റ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളൊരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഉള്ള ആളുകളൊക്കെ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ പറ്റി. അതിനെക്കുറിച്ച് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്, വളരെ ലിമിറ്റഡ് കോസ്റ്റിൽ നിന്ന് അവരെങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ അന്ന് തന്നെ ഒരു ഇ-കോമേഴ്സ് ഇതേപോലത്തെ ഒരു സാധനം, ഈ ഒരു letsbuy.com പോലത്തെ ഒരു സാധനം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പക്ഷേ ഇതെനിക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള അറിയത്തില്ല. ഇതിൻ്റെ കോഡിങ്ങും കാര്യങ്ങളും അതൊന്നും ഞാൻ ടെക്നിക്കലി ഒട്ടും സേവ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. നമുക്ക് അതിൻ്റെ മാർക്കറ്റിംഗ് പാർട്ടും അതിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ചിന്ത വരുന്നത്. കാരണം ഞാൻ അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അന്നും ആ ഒരു ടൈമിൽ ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ഡിവിഷനിലുള്ള ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ബിൽഡ് ചെയ്യുക, ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതെങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇതിൻ്റെ കമ്പനീസ്, ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് കമ്പനീസിലോട്ടൊക്കെ പോയി. അപ്പോൾ അവർ എനിക്ക് ആക്ച്വലി കോട്ട് ചെയ്ത് തന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ 2013 ആ ടൈമിലൊക്കെ എനിക്ക് തന്നത് ഒരു 12-13 lakhs ആണ് ആ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്ക് അവർ തന്നത്. മാത്രമല്ല അതിന് മന്ത്ലി ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ എക്സ്ട്രാ ഒരു സെർവേഴ്സ് നമ്മൾ എടുക്കാനുണ്ട്, അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം അത് റൺ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 20 lakhs പ്ലസ് നമ്മൾക്ക് കോസ്റ്റ് വരണം. 2013 20 lakhs എന്നൊക്കെ പറയുന്നത് ഇപ്പം മേ ബി നമ്മൾ താമസിക്കുന്ന ഒരു സിറ്റി കോർപ്പറേഷനകത്ത് ഒരു മേ ബി ഒരു 20 സെൻസിൻ്റെ ഇത് കിട്ടും. അത്രയും ഒരു വാല്യൂ ഉണ്ടായിരുന്നു അന്ന്. 20 സെൻസിൻ്റെ ലാൻഡ് നമുക്ക് വാങ്ങാൻ പറ്റും, അത്രയും വാല്യൂ അന്നുണ്ട് ആ ഒരു ടൈമിൽ. അപ്പോൾ അത്രയും ഒരു കോസ്റ്റ് അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ എൻ്റെ ബഡ്ജറ്റൊന്നും അത്ര ഇല്ല, മേ ബി അന്ന് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇല്ല. മാത്രമല്ല ഈ 20 lakhs ഞാൻ സ്പെൻഡ് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്താലും ഞാൻ ഒരു ബിഗിനറാണ്, എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതെന്ത് ചെയ്യണം, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം അറിയത്തില്ല. മേ ബി ആ ഒരു വലിയൊരു ടീം പിന്നെയും ബിൽഡ് ചെയ്തതിന് ശേഷമേ എനിക്കിത് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആസ് എ ബിഗിനർ ഞാൻ ആ 20 lakhs മുടക്കി ഒരു കസ്റ്റം കോഡിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്താൽ, ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല. കാരണം ഞാൻ മേ ബി എൻ്റെ ചാൻസസ് ഓഫ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഹൈ ആണ്. അവിടെ ഞാൻ മേ ബി ഒരു 2 months ചിലപ്പോൾ ഞാൻ പോകത്തില്ല. കാരണം എൻ്റെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഫണ്ടും ഞാൻ കടം വാങ്ങിച്ച ഫണ്ടും എല്ലാം കൊണ്ടുവന്ന് ഞാൻ ഒരു സ്റ്റോർ മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്താൽ അതിനൊരു അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു ബാക്ക് ഇൻ ഒരു 12-13 years മുമ്പ് നമുക്കൊരു ഇ-കോമേഴ്സ് സ്റ്റോർ ബിൽഡ് ചെയ്യണമെങ്കിലുള്ള അവസ്ഥ. പിന്നെ അതിനുശേഷമാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഊ-കോമേഴ്സ് ഒക്കെ കുറച്ച് ഫെമിലിയർ ആയി. ഊ-കോമേഴ്സ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യണമെന്നില്ല, നമുക്കിങ്ങനെ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യണമെന്നില്ല. അതിനകത്തൊരു CMS ടെംപ്ലേറ്റ് ഉണ്ട്, ആ ടെംപ്ലേറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഊ-കോമേഴ്സിലും നമുക്ക് ഒരുപാട് എന്താ പറയുക നോളജ് വേണം, അതിനകത്തൊരു ടെക്നിക്കൽ നോളജ് വേണം, പിന്നെ അതിനെ സെർവേഴ്സുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇ-കോമേഴ്സിൻ്റെ ഒരു ഇവല്യൂഷനാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു സ്റ്റോർ ബിൽഡ് ചെയ്യണമെങ്കിലുള്ള ഇവല്യൂഷൻ ബാക്ക് ഇൻ ഒരു 12-13 years കൊണ്ട് ഇതുവരെയുള്ള എവല്യൂഷനിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു 2015-16 ടൈമിലൊക്കെയാണ് ഷോപ്പിഫൈ പോപ്പുലർ ആവാൻ തുടങ്ങി. അപ്പോൾ ഷോപ്പിഫൈ പോപ്പുലർ ആവാൻ തുടങ്ങിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു അവസ്ഥ. ഇപ്പം എനിക്കൊരു ഇ-കോമേഴ്സ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ ലാക്സ് നമുക്ക് കോട്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് അന്ന് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഊ-കോമേഴ്സ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അതും നമുക്ക് പഠിക്കണം. പിന്നെ സെർവേഴ്സ് ആയിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ടെക്നിക്കൽ നോളജ് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വേണം. അപ്പോഴാണ് ഷോപ്പിഫൈയുടെ എൻട്രി വരുന്നത്. ഷോപ്പിഫൈ വരുമ്പോൾ എന്താണ്, നമുക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ കൊടുത്താൽ മതി, നമുക്കത് വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റോർ അങ്ങ് ബിൽഡ് ചെയ്യാം. നമ്മൾ മനസ്സിൽ കണ്ട ഒരു ബിസിനസ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു വിത്തിൻ അവേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ആരുടെയും അടുത്ത്, ഒരു ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ അടുത്തും പോകണ്ട, നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഹെഡേക്സ് ഇല്ല, നമുക്ക് സെർവേഴ്സ് എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒരു ഇമെയിൽ കൊടുക്കുക, അതിനകത്തൊരു അക്കൗണ്ട് എടുക്കുക. ഈവൻ അന്ന് 14 days ആയിരുന്നു ഫ്രീ ട്രയൽ ഉണ്ടായിരുന്നു ഷോപ്പിഫൈയിൽ. ഞാൻ പറയുന്നത് 2016 ആ സമയത്ത് 14 days ഫ്രീ ട്രയൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നമ്മളുടെ ബിസിനസ് റൺ ചെയ്യാം. അതങ്ങനെ ട്രയൽ ആൻഡ് എറർ നോക്കാം. ഇപ്പോൾ മേ ബി അതൊരു 1-2 months ഒക്കെ നമ്മൾ റൺ ചെയ്താൽ നമുക്ക് മാക്സിമം വരുന്ന കോസ്റ്റ് ഒരു 2000 rupees ഒക്കെ പെർ മന്ത് നമ്മൾ അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആർക്കും ഒരു ഇ-കോമേഴ്സിലോട്ട് എൻട്രി അത് ഷോപ്പിഫൈ ഈസ് ആയി കൊടുത്തു. ഷോപ്പിഫൈ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്കറിയാം ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു സെർവറോ
ഒരു കാര്യങ്ങളും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് അതിനകത്ത് തന്നെ ഫ്രീ തീംസുകളുണ്ട്. ആ തീമിനെ ഇമ്പോർട്ട് ചെയ്യുക, അതിനകത്ത് സെറ്റ് ചെയ്യുക, നമുക്ക് നമ്മളുടെ വെബ്സൈറ്റ് അങ്ങ് ഓണാക്കുക. അപ്പോൾ വേറെ ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു എന്താ പറയുക ഹെഡേക്സും അതിനകത്തില്ല. അപ്പോൾ അതാണ് ഒരു ഷോപ്പിഫൈയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഷോപ്പിഫൈ ആണ് ഈ ഒരു പൈനിയർ ആയിട്ടുള്ള ഒരു ക്ലൗഡ്, ഇതേപോലത്തെ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഈ ഇ-കോമേഴ്സിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം ഷോപ്പിഫൈ വന്നതുപോലെ ഷോപ്പിഫൈ പോലെ പല കമ്പനീസും വന്നു. ഈവൻ അത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല കമ്പനീസും വന്നു. ഇന്ത്യയിലും ഇന്ന് പല കമ്പനീസും ഉണ്ട്. പക്ഷേ ഇന്നും ഷോപ്പിഫൈയുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ തട്ട് താഴ്ന്നിരിക്കും എന്ന് പറയുന്നത് പോലെ ഷോപ്പിഫൈ ഇന്നും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഇന്നും എല്ലാവർക്കും ഇന്ന് ഈവൻ അത് ചെറിയൊരു ബിസിനസ്സിനായാൽ പോലും, ആ ബിസിനസ് വളർന്ന് വലിയൊരു ബിസിനസ് ആയാൽ പോലും അവർ ഷോപ്പിഫൈയിൽ നിന്ന് പുറത്തു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ഇന്ന് ഷോപ്പിഫൈ വളർന്നു. ഷോപ്പിഫൈയുടെ മാർക്കറ്റ് പ്ലേസ് തന്നെ, ആപ്സിൻ്റെ മാർക്കറ്റ് പ്ലേസ് തന്നെ ഭയങ്കര വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആയി, വലിയൊരു എക്കോസിസ്റ്റം ആയി ഷോപ്പിഫൈ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ വേണോ നമ്മളുടെ സ്റ്റോർ റൺ ചെയ്യാം, നമുക്ക് എത്ര വേണോ സ്കെയിൽ ചെയ്യാം, നമുക്ക് എത്ര ട്രാഫിക്സ് വേണോ അതിനകത്ത് കൊണ്ടുവരാം. അത് നമുക്ക് ഒരു ടെക്നിക്കലായിട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു ഹെഡേക്കും നമുക്കില്ല. ഈവൻ ഞാൻ പല സ്റ്റോഴ്സിലും കണ്ടിട്ടുണ്ട്. ഈവൻ അത് 1500 2000 ഓർഡേഴ്സ് പെർ ഡേ എടുക്കുന്ന സ്റ്റോഴ്സ് വരെ ഞാൻ ലൈവായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അത്രയും ട്രാഫിക് അതിനകത്ത്, ഇപ്പം 2000 ഓർഡേഴ്സ് പെർ ഡേ എന്ന് പറയുന്നത് അറ്റ് എ ടൈം അറ്റ്ലീസ്റ്റ് ഒരു 300-400 പീപ്പിൾ ഇങ്ങനെ ഓരോ സെക്കൻഡിലും വന്ന് നിൽപ്പുള്ള സ്റ്റോർ ആയിരിക്കും. എന്നാൽ പോലും ആ സ്റ്റോർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. ആ രീതിയിൽ ഷോപ്പിഫൈയുടെ സെർവേഴ്സ് ഒക്കെ അത്ര സ്ട്രോങ് ആണ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് നിങ്ങൾ സ്റ്റോറൊക്കെ സ്കെയിൽ ചെയ്ത് പോകുമ്പോൾ, നിങ്ങൾ ഇ-കോമേഴ്സിലോ നിങ്ങളുടെ കസ്റ്റം പ്ലാറ്റ്ഫോമിലോ ഒക്കെ പോകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റാക്സ് ആണ്. നമ്മളൊരു സ്റ്റോർ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ മേ ബി ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേക്ക് അറ്റാക്ക് ചെയ്യാം, മീൻസ് നമ്മുടെ സ്റ്റോർ അറ്റാക്ക് ചെയ്ത് നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേസ് ഒക്കെ അവർ മാറ്റാം. അപ്പോൾ പല പല കൈൻഡ് ഓഫ് ഒരു ത്രെഡ്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ട ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റിൽ അത് സാധാരണയാണ്. അപ്പോൾ ആ കൈൻഡ് ഓഫ് ഒരു ത്രെഡ്സ് ഒന്നും ഷോപ്പിഫൈക്കകത്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ സിസ്റ്റം അത്ര സെക്യൂർ ആണ്. നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ത്രെഡ്സോ മാൽവെയർ അറ്റാക്സോ അങ്ങനെയൊന്നും വരാനുള്ള ചാൻസസ് ഇല്ല. നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്യാം. ടെക്നിക്കൽ എന്ന് പറയുന്ന കാര്യം നമുക്ക് 0% ഹെഡേക്സ് ആയിട്ട് നമുക്ക് നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താണോ മാർക്കറ്റിംഗ്, നമ്മുടെ പ്രോഡക്ട്സ് സോഴ്സിങ്, അതിൻ്റെ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകാനുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് നമുക്ക് ഷോപ്പിഫൈയിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ഞാനിത് വേറെ പ്ലാറ്റ്ഫോംസിനെ ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. മേ ബി നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫൗണ്ടർ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഐഡിയ എങ്ങനെ ഓൺലൈൻ ബിസിനസ്സിലോട്ട്, ഇ-കോമേഴ്സ് ബിസിനസ്സിലോട്ട് കൺവെർട്ട് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ആളുകൾക്ക്, അതും വളരെ ലിമിറ്റഡ് ക്യാപിറ്റലിൽ നിന്ന് കൺവെർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഷോപ്പിഫൈ ആണ് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഷോപ്പിഫൈ അതിനെ നിന്ന് വെല്ലാൻ ഇന്ന് വേറെ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടില്ലെന്ന് വേണം അത് പറയാൻ. അപ്പോൾ അത് ഈവൻ നിങ്ങൾക്ക് ഒരു ടീമുണ്ട്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ടെക്നിക്കൽ നോളജ് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് വേറെ പ്ലാറ്റ്ഫോമിലോട്ട് പോകും. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ വേറെ വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിഫൈയുടെ ഇമ്പോർട്ടൻസ് ഇതാണ്. അപ്പോൾ ഞാനൊക്കെ ഷോപ്പിഫൈ എത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ഞാനൊരു ടെക്നിക്കൽ നോളജ് ഉള്ള ആളല്ല, ടെക്നിക്കൽ കംപ്ലീറ്റ്ലി കോഡിങ് നോളജ് ഒന്നും അല്ലാത്ത, ടെക് സേവി അല്ലാത്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ആഗ്രഹം എന്താണ്, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഐഡിയ, നമ്മളൊരു പ്രോഡക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഇ-കോമേഴ്സ് പോർട്ടലിലോട്ട് മാറ്റുക, അതിനെ നമുക്ക് ആഡ്സ് അല്ലെങ്കിൽ ഓർഗാനിക് മാർക്കറ്റിംഗ്, കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിംഗ് കൊടുത്ത് അതിനെ മാക്സിമം സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളെ ഫോക്കസ് കംപ്ലീറ്റ് അതിനകത്താണ്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ടൈമോ അതിനകത്തുള്ള നോളജോ ഇല്ല. മാത്രമല്ല അതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടീമും നമുക്ക് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു ടെക്നിക്കലായിട്ട് വെക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ടീമിനെയും നമുക്ക് ആ ഒരു എമൗണ്ട് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റിങ്ങിലും നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും ചെയ്ത് നമുക്ക് ബിസിനസ് വേഗം സ്പീഡപ്പ് ആയിട്ട് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഒരു 1 ഇയർ കൊണ്ട് തന്നെ നല്ലൊരു സ്കെയിൽ ചെയ്ത ഒരു ബിസിനസ്, ഒരു ബ്രാൻഡ്, ഇ-കോമേഴ്സ് ബ്രാൻഡ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി ഷോപ്പിഫൈ ആണ് ഏറ്റവും ബെസ്റ്റ്. ഇന്നും ആ ഒരു പ്ലാറ്റ്ഫോമിനെ വെല്ലാൻ വേണ്ടി വേറെ ആൾ വന്നിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് വേറെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഷോപ്പിഫൈയുടെ ആ ഈസിനെസ് എനിക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഷോപ്പിഫൈയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ഈ കോഴ്സിൽ അങ്ങോട്ട് താഴോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എക്സാക്ട്ലി എങ്ങനെ നിങ്ങൾക്ക് ഒരു ഷോപ്പിഫൈ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് അതിനെ ബിൽഡ് ചെയ്ത് ഇന്ന് വളരെ എന്താ പറയുക, ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റോർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എക്സ്റ്റെൻസീവായിട്ട് ഞാൻ ഒരു ഹൈഡിങ്ങും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ട് ബൈ പാർട്ടായിട്ട് ഇതിനകത്ത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും താഴോട്ടുള്ള വീഡിയോസ് വാച്ച് ചെയ്യുക. താങ്ക് യു.